ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവളെന്താ ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാന്ന് നിങ്ങൾ വിചാരിക്കും. സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റെഡിയായി വന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുക എന്ന് പറയുന്നൊരു കാര്യമാണ് ടാസ്ക്. കാരണം നമ്മൾ എവിടേക്കെങ്കിലും പോവാന്ന് പറയുമ്പോൾ ഭയങ്കര തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഒന്നായിട്ട് കുറച്ച് ലേറ്റ് ആവും. ഇപ്പം ടൈം കറക്റ്റ് പറയുകയാണെങ്കിൽ 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് ഇനി എത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് നെസ്റ്റോയിലേക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ നെസ്റ്റോയിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ടൊന്നും പോയില്ല. ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇനി അവിടെ ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് സാധനം എടുത്താലും കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. ഇനി മുകളിൽ പോയാൽ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മക്കൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. അപ്പോൾ കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഉമ്മയ്ക്ക് ഇവിടെ കോണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കോണ് വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 2 കോണ് വാങ്ങിച്ച്. അത് ചീസിൻ്റെതായിരുന്നു. ചീസ് ചില്ലി എന്ന് പറഞ്ഞൊരു 2 കോണാണ് വാങ്ങിച്ചത്. ചിലർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്മ അനിയത്തിയാണ് അധികം കഴിച്ചത്. അങ്ങനെ അവരെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് വന്നപ്പോൾ കാറിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയാലാണ് ഫുള്ള് അടിപിടി ഉണ്ടാവൽ. കാരണം എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് കയറണം. നമ്മൾ അവിടെ എത്തി ഒന്ന് സ്റ്റാൻഡ് ആവുന്നതിൻ്റെ ഇടയ്ക്ക് അവരിത് കാണുകയും ചെയ്യും. അവർക്ക് കയറുകയും വേണം. പിന്നെയും കണ്ടാൽ പിന്നെയും കയറിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുവിധമൊക്കെ ലാസ്റ്റാണ് ഞങ്ങളിത് കാണിക്കാറ്. പക്ഷേ ഇത് കയറി വന്നപ്പം തന്നെ അവർ ഇതാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും കയറി. മോള് കുറച്ച് ഭയന്ന് പോയിട്ടുണ്ട്. എന്നെ കയറ്റാതെ ഇവൻ ഒറ്റയ്ക്ക് പോകുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. എന്നാലും രണ്ടാളിതാ കയറി റൗണ്ടൊക്കെ അടിക്കാൻ പോവാണ്. ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. അവിടെ ആ സെക്ഷനിലും കൂടിയൊക്കെ ഒന്ന് കയറിയിട്ട് ഇവരൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ടൈം നന്നായിട്ട് വൈകിട്ടുണ്ട്. അവിടെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് കളിച്ചതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം വരെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറക്കാനുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങാനുള്ള ഒരു മൈൻഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇറങ്ങി ചെന്നത് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്കാണ്. അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പം ഞങ്ങളിതാ സ്ട്രോബെറിൻ്റെ 2 ഐസ്ക്രീം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങളൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഇടയിൽ കഴിക്കാന്ന് പറയുന്ന ടാസ്ക്കുള്ള പരിപാടിയാണ്. അതുകൊണ്ട് പിന്നെ സ്റ്റുഡിയോയിൽ കയറി കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഉപ്പക്ക് ഒരു ഷർട്ടും എടുത്തു, മോന് ഒരു ടീഷർട്ടും ട്രൗസറും എടുത്തു. അതും കഴിഞ്ഞു. നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ലാണ്ട് അവിടെ തിരിഞ്ഞു കളിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.